ടൂറിസം പ്രൊഡക്ട്സ് ആൻഡ് പ്രൊമോഷൻ എന്ന ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൂറിസം റിസോഴ്സസിനെ പറ്റിയിട്ടാണ്. ടൂറിസം റിസോഴ്സസ് എങ്ങനെയാണ് ഒരു ടൂറിസം പ്രോഡക്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ടൂറിസം റിസോഴ്സസ് ആസ് എ ടൂറിസം പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസം റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടൂറിസം റിസോഴ്സ് കുഡ് ബി ഡിഫൈൻഡ് ആസ് ദോസ് ഫാക്ടേഴ്സ് that make it possible to produce a tourism experience. അതായത് ഒരു ടൂറിസം എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടൂറിസം റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ടെങ്കിൽ ടാഞ്ചിബിൾ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ ഇൻടാഞ്ചിബിൾ റിസോഴ്സസ് ഉണ്ട്. ടാഞ്ചിബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ടച്ച് ആൻഡ് സീ, നമുക്ക് തൊടാൻ പറ്റും, അതുപോലെ കാണാൻ കഴിയും. എന്നാൽ അതുപോലെ തന്നെയാണ് ടൂറിസം റിസോഴ്സസിൽ വരുന്നതാണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ഇൻടാഞ്ചിബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പർശിക്കാനോ കാണാനോ കഴിയില്ല. മൂന്നാമത്തെ ഹ്യൂമൻ റിസോഴ്സ്, നാലാമത്തെ ഫൈനാൻഷ്യൽ റിസോഴ്സ്. ഇതിന് പുറമേ ഒരുപാട് റിസോഴ്സ് ഉണ്ട്. നമുക്ക് വളരെ ഷോർട്ടാക്കിയിട്ട് ഒരു 4 റിസോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ടാഞ്ചിബിൾ റിസോഴ്സിൽ വരുന്നത് ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ, അട്രാക്ഷൻസ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ടാഞ്ചിബിൾ റിസോഴ്സിലുള്ളത്. എന്നാൽ ഇൻടാഞ്ചിബിൾ റിസോഴ്സിൽ ഇമേജ്, റെപ്യൂട്ടേഷൻ ആൻഡ് കൾച്ചർ, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. റെപ്യൂട്ടേഷനും ഇമേജും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് അനുഭവിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഹ്യൂമൻ റിസോഴ്സിൽ വരുന്നതാണ് സ്കിൽസ്, മോട്ടിവേഷൻസ്, സർവീസ് ലെവൽസ് എക്സെട്ര. ഫൈനാൻഷ്യൽ റിസോഴ്സ് ഉണ്ട്. ഫൈനാൻഷ്യൽ റിസോഴ്സ് നമ്മൾ പരിചയപ്പെടാം. ഒരു ടൂറിസം സെക്ടർ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ടൂറിസം മാത്രമാണ് നമ്മുടെ ലോകത്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ടാഞ്ചിബിൾ റിസോഴ്സസ് ആണ്. ദ കീ അട്രാക്ഷൻ ഈസ് ഇൻ എ ഡെസ്റ്റിനേഷൻ. ഒരു ഡെസ്റ്റിനേഷൻ്റെ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ അട്രാക്ഷനാണ്. This includes a tourism attraction, historic sites, beach, national parks, events, cultural facilities, sporting activities, etc. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങളാവാം അവിടുത്തെ അട്രാക്ഷനായിട്ട് വരുന്നത്. അതായത് അട്രാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഡെസ്റ്റിനേഷനിൽ ഒരു ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എന്തോ അത് ഇറ്റ്സ് കോൾഡ് എ റിസോഴ്സാണ്. അതൊരു ടൈപ്പ് ഓഫ് റിസോഴ്സാണ്. ദിസ് അട്രാക്ഷൻസ് വിൽ ബി ഇമ്പോർട്ടൻറ്റ് ഇനീഷ്യലി ഇൻ മോട്ടിവേറ്റിംഗ് എ വിസിറ്റർ ടു ട്രാവൽ ടു ദാറ്റ് ഡെസ്റ്റിനേഷൻ. ഒരു ട്രാവലറെ ആ ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇറ്റ്സ് എ ടാഞ്ചിബിൾ റിസോഴ്സാണ്. അത് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നുകിൽ ഒരു ബീച്ച് കാണാൻ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചാണ്. അപ്പോൾ അത് നമുക്ക് കാണാം, ഇറ്റ്സ് എ ടാഞ്ചിബിൾ റിസോഴ്സാണ്. അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ ആവാം, നാഷണൽ പാർക്കുകളാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് കാണാൻ വേണ്ടി ഇവൻറ്റ്സ്, സ്പോർട്സ്, എന്തും ആവാം. അതൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ടാഞ്ചിബിൾ റിസോഴ്സാണ്. നെക്സ്റ്റ് വരുന്നത് അക്കോമഡേഷൻ സ്റ്റോക്ക് ഇൻ ദിസ് ഡെസ്റ്റിനേഷൻ. ആ സ്ഥലത്തുള്ള അക്കോമഡേഷൻ സ്റ്റോക്ക്. ദിസ് ഇൻക്ലൂഡ് അക്കോമഡേഷൻ വിച്ച് സ്യൂട്ട് ദ പൊട്ടൻഷ്യൽ വിസിറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ലൊക്കേഷൻ, പ്രൈസ്, ക്വാളിറ്റി ആൻഡ് ടൈപ്പ്, and must be found before the decision to visit is confirmed. Sometime 50% of the visitors expenditure on accommodation. If suitable accommodation is not found, the destination could well not be visited. രണ്ടാമത്തെ ഒരു അട്രാക്ഷനാണ് സത്യത്തിൽ അവിടുത്തെ അക്കോമഡേഷൻ. നമ്മളൊരു പ്ലേസിലേക്ക് ടൂറ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% അവിടെ അക്കോമഡേഷന് ഉറപ്പായിരിക്കണം. ഇല്ലെങ്കിൽ ഒരു 50% ദാറ്റ് ഇസ് എ ചാൻസ് ഉണ്ടായിരിക്കണം. ഒരു അക്കോമഡേഷൻ അവിടെ അക്കോമഡേഷൻ നമ്മൾ ലെവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് നോക്കും, സേഫ്റ്റി നോക്കും, നമ്മളെ കംഫർട്ട് നോക്കും, ലൊക്കേഷൻ നോക്കും, അതിൻ്റെ ക്വാളിറ്റീസ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ടൂറിസം ഡെസ്റ്റിനേഷനിൽ നമ്മുടെ അക്കോമഡേഷന് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ടാഞ്ചിബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് അവിടുത്തെ അക്കോമഡേഷൻസ്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ട്, മെയിൻ റോഡ്സ്, റെയിൽ, സീ ആൻഡ് എയർ ലിങ്ക്സ്. Even if the destination has a quality attraction and accommodation, visitors will not be deterred from visiting if good transport link do not exist.
ഒരു ഡെസ്റ്റിനേഷനിൽ അട്രാക്ഷൻ ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള 3 ഫാക്ടേഴ്സാണത്. അക്കോമഡേഷൻ, അതുപോലെ അതിൻ്റെ ആക്സസിബിലിറ്റി, പിന്നെ മൂന്നാമത് വരുന്നത് അതിൻ്റെ അട്രാക്ഷൻ. ഇതിൽ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഈ ബാക്കിയുള്ള 2 ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടൂറിസം ഡെസ്റ്റിനേഷൻ വളരില്ല. അപ്പോൾ നല്ല ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റെയിൽ നെറ്റ്വർക്കോ റോഡോ ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. നെക്സ്റ്റ് വരുന്ന അതർ റിസോഴ്സസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ പറയാൻ പറ്റിയതാണ് കോൺഫറൻസ് ഫെസിലിറ്റീസ് വിച്ച് വിൽ ബി ഇമ്പോർട്ടൻറ്റ് ഇൻ അട്രാക്ഷൻ ബിസിനസ് വിസിറ്റേഴ്സ്. ചില പ്ലേസിൽ ബിസിനസ് വിസിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കോൺഫറൻസ് ഫെസിലിറ്റീസ് വേണം. അതായത് അവർക്ക് ഒന്നിച്ചിരുന്ന് കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അതല്ലെങ്കിൽ അതിന് വേറൊരു തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില VIPസിൻ്റെ ഒക്കെ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുക ഏതെങ്കിലും വലിയ റിസോർട്ടുകളാണ്. അപ്പോൾ ആ റിസോർട്ടിൽ ആ ടൂറിസ്റ്റ് ആണ് അവരവിടെ വരുന്നതിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കല്യാണം മാരേജ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുത്തിരിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ടാഞ്ചിബിൾ റിസോഴ്സസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻടാഞ്ചിബിൾ റിസോഴ്സാണ്, വിച്ച് മീൻസ് വി കനോട്ട് സീ ആൻഡ് ടച്ച്. നമുക്ക് കാണാൻ കഴിയില്ല, ടച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള റിസോഴ്സാണ് റെപ്യൂട്ടേഷൻ. ഫസ്റ്റ് വൺ, റെപ്യൂട്ടേഷൻ. The reputation of the destination regarding the value for money, service quality and hospitality etc. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മൂല്യം ഉണ്ടായിരിക്കണം. അതുപോലെ സർവീസ് ക്വാളിറ്റി ബെറ്റർ ആയിരിക്കണം. അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ, ഹോസ്പിറ്റാലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലല്ല, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു വേ ഓഫ് സർവീസസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ നമ്മളെ അക്കോമഡേഷൻ വരും, ബെഡ് ഫെസിലിറ്റി വരും, നമ്മളെ അവർ വെൽക്കം ചെയ്യുന്ന വരും, ഒരുപാട് കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളെ 6th സെമിസ്റ്ററിൽ ഒരു പേപ്പർ തന്നെ പഠിക്കാണ്ട് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് ഒരു ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വ്യക്തമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ സർവീസസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിരിക്കും. അപ്പോൾ റെപ്യൂട്ടേഷൻ വേണം. ഇറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ റിസോഴ്സാണ്. നെക്സ്റ്റ് വരുന്നത് ദ ഇമേജ് ഓഫ് ദി destination concern safety and security, uniqueness of experience on offer, read lines of received tourist. നമ്മൾ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ ഇമേജ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലേസിനെ പറ്റിയിട്ട് നമ്മൾ മുൻകൂട്ടി നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൽ സേഫ്റ്റി ഉണ്ടായിരിക്കും, അതുപോലെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ അവിടെ പോകുന്നത് നമുക്ക് യുണീക്നെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതാണ് ആ ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഇൻടാഞ്ചിബിൾ റിസോഴ്സാണ് കൾച്ചർ. ദ കൾച്ചർ ഓഫ് ദി ഡെസിഗ്നേഷൻ വെൽക്കമിങ് ഓഫ് ടൂറിസ്റ്റ്, ഹോസ്പിറ്റാലിറ്റി, ലൈഫ് സ്റ്റൈൽ എക്സെട്ര. അതായത് നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ വളരെ ഹൈലി ഡെവലപ്ഡ് ആണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേ അവിടെ ഉള്ളവർ ഒരു കൾച്ചർലെസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്. സ്ത്രീകൾക്കൊന്നും അവിടെ പോകാനായി ഒരു സേഫ്റ്റി ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 100% ഷുവറാണ് ആ ടൂറിസം ഡെസ്റ്റിനേഷൻ നശിക്കപ്പെടും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പോകുന്ന ഒരു ടൂറിസം പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ കൾച്ചർ, അവിടുത്തെ ആൾക്കാർ പേരുള്ള ട്രസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്, വിശ്വാസം, അതേപോലത്തെ അവിടുത്തെ കൾച്ചർ, ഇത് വലിയൊരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയർ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സിൽ ഇൻക്ലൂഡ് ആകുന്നത് സ്കിൽസ്, ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അതായത് നമുക്ക് അവിടെ സർവേ ചെയ്യുന്ന ടൂറിസം ഡെസ്റ്റിനേഷനിൽ നമുക്ക് സർവേ ചെയ്യുന്ന ആൾക്കാരെ സ്കില്ലുകൾ, ഹോസ്പിറ്റാലിറ്റി, അവരെ എക്സ്പീരിയൻസ്, കാര്യങ്ങൾ, നമ്മൾ വേ ഓഫ് പ്രസൻറ്റേഷൻ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ വർക്ക് എത്തിക്സ്, നമ്മൾ വർക്ക് എത്തിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓഫർ ചെയ്തത് എന്താണോ അത് തന്നെയാണ് നമുക്ക് നൽകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്യും. ചില ആൾക്കാർ ഓഫർ ചെയ്യുന്നത് ഒന്നും അവർ നൽകുന്ന സർവീസ് വേറൊന്നും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും, ഒരു 1000 രൂപയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരിക്കും. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് അറിയാത്തത് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ അതിന് നിങ്ങൾ എക്സ്ട്രാ ചാർജ് പേ ചെയ്യണം, അങ്ങനെ ഓരോ എക്സ്ട്രാ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കും. അതൊരു വർക്ക് എത്തിക്സിന് യോജിച്ചതല്ല. അങ്ങനെ ഇതൊരു റിസോഴ്സാണ് സത്യത്തിൽ അവരെ വർക്ക് എത്തിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ലൊരു ഹോട്ടലിൽ
അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിലുള്ള സ്റ്റാഫിനെ വെക്കുന്നതും അതേപോലെ നല്ലൊരു പോളിസീസൊക്കെ മേക്ക് ചെയ്യുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ അവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ, ക്വാളിഫിക്കേഷൻ, കാര്യങ്ങൾ, ക്വാളിറ്റീസ് എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. അതുപോലെ ട്രെയിനിങ് സിസ്റ്റം ആൻഡ് സ്കീംസ്. ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ വളരണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് വെൽ ട്രെയിൻഡ് ആയിരിക്കണം. എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള വിഷയങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഫൈനാൻഷ്യൽ റിസോഴ്സ്. ഫൈനാൻഷ്യൽ റിസോഴ്സ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ, പബ്ലിക് ക്യാപിറ്റൽ ഫോർ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര, ഫൈനാൻസ് ടു ഡെവലപ്പ് ആൻഡ് മാർക്കറ്റ് ടൂറിസം. ഇത് വലിയൊരു സെക്ടർ തന്നെയാണ് ഫൈനാൻഷ്യൽ ടൂറിസം മേഖലയിലുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളെ ഇന്ത്യനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു ടൂറിസം മിനിസ്റ്ററും ഒരു മിനിസ്ട്രി ഉണ്ട് ടൂറിസം ഇൻഡസ്ട്രി. അതുപോലെ കേരളത്തിനുണ്ട്. നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസം മേഖലയിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ട്. നിങ്ങൾ കുറച്ച് മുന്നേ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് ടൂറിസത്തിൽ അമിതാഭ് ബച്ചനൊക്കെ വന്നിട്ട് ഒരു ആഡ് ഉണ്ടായിരുന്നു. ആ ആഡ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത് ആ നാട്ടിൽ എത്രത്തോളം ടൂറിസത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ ആ ഓരോ ആഡിലും അവിടെയുള്ള ഓരോ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഗുജറാത്ത് ടൂറിസത്തിന് പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ടൂറിസത്തെ പറ്റിയിട്ട് ഒരുപാട് ആഡുകളുണ്ട്. കേരള ടൂറിസത്തെ പറ്റിയിട്ട് ആഡുകൾ കുറേ ഉണ്ട്. ആ ആഡിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ നടത്തുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടൂറിസം മേഖലേനെ തന്നെ ഡെവലപ്പ് ആക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫ്സും അതേമാതിരി മിനിസ്ട്രി, ഒരുപാട് ആൾക്കാർ ഒരു ടൂറിസം ഇൻഡസ്ട്രിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഓൾ ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എല്ലാം ഒത്തൊരുമിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവരെ ഇൻ കേസ് ഓഫ് മോണിറ്ററി ടേംസ് ആവാം, അതല്ലെങ്കിൽ അവരെ എഫേർട്ട് ആവാം, അവരെ ലോ ആയിരിക്കാം, അവരെ കൺട്രോളിങ് ആയിരിക്കാം. ഏതെല്ലാം രീതിയിലാണോ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി മാത്രമാണ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഇന്ത്യയിൽ ടൂറിസത്തെ ഡെവലപ്പ് ആക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നമുക്ക് പണ്ട് മുതലേ ഉള്ളതാണ് അതിഥി ദൈവോ ഭവ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ടൂറിസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രീറ്റ് ലൈക്ക് എ ഗോഡ് എന്ന് പറയാം. ഒരു ദൈവത്തെ പോലെയാണ് നമ്മൾ അതിഥികളെ സൽക്കരിക്കപ്പെടുന്നത്. അത് ഇന്ത്യൻ്റെ ഒരു കൾച്ചറാണ്. അങ്ങനെ ഒരു കൾച്ചർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആൾക്കാർ കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളെ ഈ ഒരു 2 വർഷങ്ങളായിട്ട് കുറച്ച് നമ്മളെ കോവിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ടൂറിസം മേഖല വളരെ തളർന്നിരിക്കുകയാണ്. എന്നാലും അതിന് മുൻ കേസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നാടാണ് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൂറിസം റിസോഴ്സസ്. ഇനി നമ്മൾ 2 കാര്യം കൂടി പറയുന്നുണ്ട്. ഈ റിസോഴ്സസ് നമ്മൾ പറയുമ്പോൾ മാൻമെയ്ഡ് റിസോഴ്സ് ഉണ്ട്, അതുപോലെ നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. ആ ഒരു ഭാഗം കൂടി നമ്മൾ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസോഴ്സസിൽ ടൂറിസം പ്രോഡക്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നാച്ചുറൽ ടൂറിസം പ്രോഡക്റ്റ്. ഇതിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, റിസോഴ്സ് 2 രീതിയിലുണ്ട്. ഒന്ന് നാച്ചുറൽ റിസോഴ്സ്, അതായത് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള റിസോഴ്സസ്. രണ്ടാമത്തത് മാൻമെയ്ഡ് ഉണ്ട്, അതുപോലെ സെമി മാൻമെയ്ഡ് ഉണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാം. ഇന്ന് കോമൺ ആയിട്ട് 2 ഫാക്ടർ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. റിസോഴ്സസ് നമ്മൾ നാച്ചുറൽ ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച്, ഐലൻഡ്, മൗണ്ടെയ്ൻസ്, ഹിൽസ്, ഡെസേർട്ട്, വൈൽഡ് ലൈഫ്, കേവ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ലേക്സ്, കാര്യങ്ങളെല്ലാം ഇതെല്ലാം പ്രകൃതി നമുക്ക് ഓൾറെഡി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ വിളിക്കുന്നതാണ് ഇറ്റ്സ് എ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയും. നമ്മളിപ്പോൾ ടൂറിസം റിസോഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള റിസോഴ്സ്. മാൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻമെയ്ഡ് ടൂറിസം പ്രോഡക്ട്സ് ആർ ദോസ് വിച്ച് ആർ ബിൽഡ് ബൈ ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റിസോഴ്സാണ്. അത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്പോർട്സ്, ഒരു ക്രിക്കറ്റ് നടക്കുകയാണ്, നമ്മൾ IPL നടക്കുകയാണ്, ഒരുപാട് ആൾക്കാർ അത് കാണാൻ വേണ്ടി പോകും. ഇറ്റ്സ് എ മാൻ മെയ്ഡാണ്, ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ നമ്മളെ താജ്മഹൽ, അതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ടൂറിസം ഡെസ്റ്റിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മാൻ മെയ്ഡ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കസ്റ്റംസും ട്രഡീഷനും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാൻസുകൾ, നമ്മളെ കലാപരിപാടികൾ, ഇതെല്ലാം അതിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളതാണ് മാൻ മെയ്ഡ്. അപ്പോൾ ടൂറിസം റിസോഴ്സസ്
നമ്മൾ എങ്ങനെയാണ് ഒരു ടൂറിസം പ്രൊഡക്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രീറ്റഡ് ആസ് എ ടൂറിസം പ്രൊഡക്റ്റ്. ടൂറിസം റിസോഴ്സസ് എല്ലാം ഒരു ടൂറിസം പ്രോഡക്റ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. താങ്ക് യു വെരി മച്ച്.